നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ലിങ്ക് ലിസ്റ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പോളിനോമിയൽ അഡിഷൻ പഠിച്ചു. ഇനി നമുക്ക് പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷനാണ് പഠിക്കേണ്ടത്. പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പോളിനോമിയലാണ്, P1 എന്നും P2 എന്നും പറയുന്ന രണ്ട് പോളിനോമിയൽ. അപ്പോൾ ഫസ്റ്റ് പോളിനോമിയൽ എടുക്കുക. സെക്കൻഡ് പോളിനോമിയലിൻ്റെ ഓരോ ടേം വെച്ച് ഫസ്റ്റ് പോളിനോമിയലിനെ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന പ്രോഡക്ട്സിൽ സെയിം ആയിട്ട് എക്സ്പോണൻഷ്യൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് എക്സ്പോണൻഷ്യൽസിനെ ആഡ് ചെയ്യുക, കോഎഫിഷ്യൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ റൂള്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് രണ്ട് പോളിനോമിയലാണെങ്കിൽ ഈ രണ്ട് പോളിനോമിയൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതാണ് ഫസ്റ്റ് പോളിനോമിയൽ. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, P1 കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് പോളിനോമിയലിൻ്റെ ഫസ്റ്റ് ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇതിനെ ഫുള്ളിനെയും ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് 3 2നെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 3 എന്ന് പറയുന്നത് 18 എക്സ് റേസ് ടു അടുത്തെന്ന് പറയുന്നത് എന്താ, എക്സ്പോണൻഷ്യൽ 1ഉം 2ഉം. എക്സ്പോണൻഷ്യൽ എപ്പോഴും ആഡ് ചെയ്യും. 2 + 1 3 പ്ലസ് അടുത്ത എന്ത് ചെയ്യുന്നു, അടുത്ത ടേം ഫസ്റ്റ് പോളിനോമിയലിന് സെക്കൻഡ് ടേം അടുത്ത ടേം 5 1 ആണ്. അതിനെ നമ്മൾ ഈ ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ കിട്ടുന്ന, 5ഉം 6ഉം കൂടെ കിട്ടുമ്പോൾ 13 കിട്ടും. ഓക്കെ, 13. ദെൻ 1ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ എക്സ് സ്ക്വയർ. ദെൻ പ്ലസ് അടുത്ത നമ്മൾ എന്താ ചെയ്യുന്ന, ഇതിൻ്റെ ഫസ്റ്റ് ടേം വെച്ചിട്ട് ഇതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. 6ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36. ദെൻ 0ഉം 1ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ x1 എന്ന് കിട്ടി. ദെൻ പ്ലസ് അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് ടൈം, പോളിനോമിയലിൻ്റെ സെക്കൻഡ് ടൈം എത്ര ടൈം ഉണ്ടോ അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സെക്കൻഡ് ടൈം നമ്മൾ വീണ്ടും ഇത് ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 24. ദെൻ 0ഉം 2ഉം കൂടെ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ. ദെൻ പ്ലസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും, 5ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14. 0ഉം 1ഉം കൂടെ ആകുമ്പോൾ എക്സ് റേസ് ടു 1. ദെൻ അടുത്തതെന്ന് പറയുന്നത് 6ഉം 8ഉം കൂടെ ആകുമ്പോൾ 48. 0ഉം 0ഉം കൂടെ ആകുമ്പോൾ എക്സ് 0 ഒന്നും വരത്തില്ല, അത് അതേപോലെ തന്നെ വരും. ഓക്കെ, x0 എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ 48 എന്ന് എഴുതും. ഇനി നമുക്ക് എന്താ വരേണ്ടത്, ഇതിൻ്റെ അകത്ത് സെയിം ടേംസ് ഉണ്ടോ എന്ന് നോക്കണം. S³ വേറെ വന്നിട്ടുണ്ടോ, S³ ഇല്ല. അപ്പോൾ S³ നമുക്ക് എന്ത് എഴുതാം, S³ നമ്മുടെ ഔട്ട്പുട്ടിൽ എഴുതണം. ഓക്കെ, അപ്പം ഈ S³ വേറെ വരാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ S³ എഴുതാൻ പറ്റുന്നത്. അപ്പം ഫസ്റ്റ് ഔട്ട്പുട്ടിൽ എന്ത് വരും, 18 S³. അപ്പോൾ 18 S³ അതുപോലെ എഴുതി. ദെൻ അടുത്തതെന്ന് പറയുന്നത് എന്താ, S² ടേംസ് ഉണ്ടോ എന്ന് നോക്കണം. നോക്ക്, ഇവിടെ ഉണ്ട് ഉണ്ടോ, 2 S² ടേംസ് വന്നു. അപ്പോൾ ഇതിന് രണ്ടിനോട് നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 54. കണ്ടോ, 54 S². അടുത്ത എക്സിൻ്റെ ടേംസ് ഉണ്ടോ, അതാ ഇവിടെ ഉണ്ട് അല്ലേ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 76x എന്ന് കിട്ടും. പ്ലസ് അടുത്ത എക്സ്പോണൻഷ്യൽ ഇല്ലാത്ത ടേം ഇല്ല, ആ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒന്നേ ഉള്ളൂ. അപ്പോൾ അത് അതേപോലെ എഴുതും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കോഎഫിഷ്യൻ്റ് തമ്മിലായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എക്സ്പോണൻഷ്യൽ തമ്മിൽ ആഡ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന റിസൾട്ടൻറ്റിൽ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യും. അല്ല പിന്നെ വന്നിട്ടില്ലെങ്കിൽ ഡിസിമിലർ ആണെങ്കിൽ അതുപോലെ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ കോഎഫിഷ്യൻ്റ് പവറും അഡ്രസ് ടു ദ നെക്സ്റ്റ് ഉണ്ട്. ഇങ്ങനെയാണ് പോളിനോമിയൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അൽഗോരിതമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ്പോണൻഷ്യൽ തമ്മിൽ ആഡ് ചെയ്യുക, കോഎഫിഷ്യൻ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്നതിന് ഒരു പുതിയ ലിങ്ക് ലിസ്റ്റ് വയ്ക്കുക. ആ ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് സെയിം പവർ വരുന്നതിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്ത് അത് റിസൾട്ടൻ്റ് വയ്ക്കുക. എന്നിട്ട് അല്ലാത്തതിനെ നമ്മൾ ഡിസിമിലർ കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ അത് അതുപോലെ തന്നെ അതിൻ്റെ അകത്തോട്ട് പ്ലേസ് ചെയ്യുക. വേറെ 2 എക്സാമ്പിൾസായി പറഞ്ഞിരിക്കുന്നത്, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണേ. ഇത് പോളിനോമിയൽ 1, ഇത് പോളിനോമിയൽ 2. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്കെ, അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ടാണ് ഇതിനെ ആഡ് ചെയ്താണ് ഇപ്പുറത്തോട്ട് എഴുതി വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേറൊരു എക്സാമ്പിൾ. ഈ എക്സാമ്പിളാണ് തോന്നുന്നു നമ്മൾ അവിടെ ചെയ്തത്. ദെൻ അടുത്ത എക്സാമ്പിൾ പോളിനോമിയൽ 1 തന്നിട്ടുണ്ട്, പോളിനോമിയൽ 2 തന്നു. നിങ്ങൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് എഴുതി നോക്കുക. ഓക്കെ, ഇതിൻ്റെ പ്രോഗ്രാം ഉണ്ട്, ലാബിലാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മെമ്മറി മാനേജ്മെൻറ്റ്, മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് മെമ്മറി മാനേജ്മെൻറ്റ്. എങ്ങനെ മെമ്മറിയെ മാനേജ് ചെയ്യാം. വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇത്ര വരിക, നമുക്ക് കുറേ സ്പേസ് ഉണ്ടായിരിക്കും. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇങ്ങനെ ബ്ലോക്കായിട്ടാണ് നമുക്ക് കുറേ സ്പേസ് മെമ്മറിക്കകത്തുണ്ട്. ഇപ്പോൾ 52 GB ഉള്ള അല്ലെങ്കിൽ 2 GB ഉള്ള ഒരു മൊബൈലാണ് നിങ്ങളിലുള്ളെങ്കിൽ നിങ്ങളിപ്പോൾ ആദ്യം സ്റ്റോർ ചെയ്തത് ഇവിടെ സ്റ്റോർ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിവിടെ സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വീണ്ടും സ്റ്റോർ ചെയ്തൂടെ.
അപ്പം ആദ്യത്തെ സ്റ്റോർ ചെയ്ത സ്ഥലം അവിടെ നമ്മൾ അടുത്ത സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. പിന്നെ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്ത സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ആ സ്റ്റോറേജ് ഒക്കെ നടത്തുന്നത് എന്നുള്ളതൊക്കെ പഠിക്കുന്നതാണ് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് സൈസ് അനുസരിച്ച് രണ്ടായിട്ട് നമുക്ക് ബ്ലോക്കിനെ സ്റ്റോറേജ് ചെയ്യാം. ഫിക്സഡ് ബ്ലോക്ക് സൈസും വേരിയബിൾ ബ്ലോക്ക് സൈസും. ഫിക്സഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് സെയിം സൈസായിരിക്കും. നമ്മൾ ആദ്യമേ എന്ത് ചെയ്തിരിക്കും, ഇങ്ങനെ നമുക്കൊരു OS, അതായത് നിങ്ങളിപ്പോൾ മൊബൈലിൽ ആലോചിച്ചാൽ മതി, 2GB ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ 2GBനെ നമ്മൾ 4 ഡിവൈഡ്, ഇത് 0.5 GB, ഇത് 0.5 GB, ഇത് 0.5, ഇത് 0.5, ഇങ്ങനെ ഫിക്സഡ് ആക്കി വെക്കും. അപ്പം നമുക്ക് ഇപ്പോൾ 0.5 വരെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് നമുക്കിപ്പം 0.5 GB ഇല്ല, ഒരു 2 MB ഉള്ളൂ. 2 MB ഉള്ളെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറി ഇതങ്ങ് ഫുള്ളായിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കി സ്പേസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഫിക്സഡിൻ്റെ അകത്ത് വരും. ഫിക്സഡ് സൈസ് ആയിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ബ്ലോക്കിനെ ആ ഫിക്സഡ് സൈസിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ കുറേ മെമ്മറി വേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ സൈസ് കൊണ്ടുവന്നത്. വേരിയബിൾ സൈസിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഫിക്സഡ് സൈസിൻ്റെ ആ ഒരു ഡ്രോബാക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ബ്ലോക്കിൻ്റെ സൈസ് വേരിയിങ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു 2GB ഉണ്ടെങ്കിൽ ചിലപ്പം ആദ്യം ഒരു 0.25 GB ആയിരിക്കും ഉള്ളത്. അപ്പോൾ കുഞ്ഞു ഡേറ്റ എല്ലാം ഇങ്ങോട്ട് സ്റ്റോർ ആവും. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചിലപ്പം 1 GBയിലെ ഒരു വലിയ ഡേറ്റ ആയിരിക്കും. അപ്പോൾ ഒന്നിലും എന്തില്ല, ഫിക്സഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓരോന്നിനെയും നമ്മൾ ഓരോ വേരിയിങ് സൈസായിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സൈസ് വേരിയിങ് ആയിരിക്കും മെമ്മറിയുടേത്. സാധാരണ അസെൻഡിങ് ഓർഡറിലായിരിക്കും അത് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഏറ്റവും ചെറുത് ആദ്യം അങ്ങനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അവിടെ നമുക്ക് അലോക്കേഷൻ, ഡി അലോക്കേഷൻ, ചിലപ്പോൾ നമുക്ക് രണ്ട് സ്മാളർ ആയിട്ടുള്ള ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ അതിനെ ലാർജർ ബ്ലോക്ക് ആക്കാനും എല്ലാത്തിനും പറ്റും വേരിയബിൾ ബ്ലോക്ക്. അതാണ് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഫിക്സഡിനേക്കാൾ. ഈ വേരിയബിൾ ബ്ലോക്കിൻ്റെ അകത്ത് തന്നെ മെമ്മറി മാനേജ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. എങ്ങനെ നമ്മൾ മെമ്മറിയെ മാനേജ് ചെയ്യാം? അതിന് 2 മെത്തേഡുണ്ട്. ബൗണ്ടറി ടാഗ് മെത്തേഡും ബഡ്ഡി സിസ്റ്റം മെത്തേഡും. ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം പഠിച്ചു വയ്ക്കുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഹീപ്പ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ബൗണ്ടറി ടാഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡബിളി ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യും. ഒരു മെമ്മറിക്ക് ഒരു പീസ് ഓഫ് മെമ്മറി ഉണ്ടെങ്കിൽ അതിന് നമ്മളൊരു ഡബിളി ലിങ്ക് ലിസ്റ്റ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ പീസ് ഓഫ് മെമ്മറി എന്ന് വെച്ചു, ഇതിൻ്റെ അകത്തൊരു ഡബിളി ലിങ്ക് ലിസ്റ്റ് നോക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാണോ നമുക്ക് ഫ്രീ വരുന്നത് അതനുസരിച്ച് ഈ ലിങ്ക് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് എവിടെയാണ് ഫ്രീ എന്നും എല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഓരോ പീസിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂസ്ഡ് ആണോ അൺയൂസ്ഡ് ആണോ, അതുപോലെ തന്നെ ഓരോന്നിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് ഫ്രീ സ്പേസ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എൻഡ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിരിക്കും. ഇത്ര മാത്രം പഠിക്കുക. അതൊരു ഡബിളി ലിങ്ക് ലിസ്റ്റാണ്. നമുക്ക് ഓരോ പീസിൻ്റെ അകത്തും സ്റ്റാറ്റസ് കാണും. പിന്നെ യൂസ്ഡ് ആണെങ്കിൽ അവിടെ യൂസ്ഡ് എന്ന് കാണിക്കും, അൺയൂസ്ഡ് ആണെങ്കിൽ അൺയൂസ്ഡ് എന്ന് കാണിക്കും. അതുപോലെ തന്നെ ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ എവിടെ എൻഡ് ചെയ്യണോ എന്നുള്ളതും കാണും. ബണ്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെമ്മറി കാണും. അപ്പോൾ ഈ ഒരുപാട് മെമ്മറി ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഫ്രീ സ്പേസ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. ഇതിപ്പോൾ 2GB ആണ് ഇതിൻ്റെ സൈസ് എങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അത് ഇങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് 1GB ആക്കാം. എന്നിട്ട് എനിക്കിപ്പോൾ 1GB ഡേറ്റ ഉള്ളെങ്കിൽ അത് ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് അടുത്തത് അവിടെ ഫ്രീ ആയിട്ട് എടുക്കും. അപ്പോൾ ഉള്ളതിനെ തന്നെ നമുക്ക് എന്തായിക്കാം, സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേറൊരു ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഒരു 2GB അല്ലെങ്കിൽ 4GB ആണ് നമ്മുടെ മെമ്മറി. ഇതൊരു 4GB മെമ്മറിയാണെന്ന് വെച്ചോ. ആദ്യം എനിക്ക് 1GB മതി എനിക്ക്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഈ 4GB 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് 2GB കിട്ടി. വീണ്ടും ഈ 2GB ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും, 1 എന്ന് കിട്ടി. എന്നിട്ട് ഇതിൻ്റെ അകത്തായിരിക്കും ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ബണ്ടീസ് എന്ന് പറയും. ബണ്ടീസ് ആക്കി ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിനെ ആദ്യം 2 ബണ്ടിയാക്കി. അപ്പോൾ നമുക്ക് 1GB ആവശ്യമുള്ളൂ. പിന്നെ ആദ്യത്തേനെ വീണ്ടും ബണ്ടീസ് ആക്കി ഡിവൈഡ് ചെയ്യും. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബണ്ടി സിസ്റ്റം എന്ന് പറയും. ഇനി അടുത്ത അതിൻ്റെ അകത്ത് വരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റോറേജ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഓരോന്നിനെ സ്റ്റോർ ചെയ്യാം. അതിന് 4 മെത്തേഡാണ് ഉള്ളത്. ഫസ്റ്റ് ഫിറ്റ്, ദെൻ ബെസ്റ്റ്, വേസ്റ്റ്, ദെൻ നെക്സ്റ്റ്
ഫിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ ഒരു മെമ്മറി ഉണ്ട്. ആ മെമ്മറിക്കകത്ത് പലതും പല സൈസിലുള്ളതുണ്ടെന്ന് വെച്ചു. ഇവിടെ 1 GB, ഇവിടെ 2 ആണെന്ന് വെച്ചു. ഇതിൻ്റെ സൈസ്, അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് 200, ഇതിൻ്റെ സൈസ് 100, ദെൻ ഇതിൻ്റെ സൈസ് 50 ഉള്ളൂ. ഇങ്ങനെ നമുക്ക് തന്നിരിക്കും. ഇതെല്ലാം ഫ്രീ സ്പേസാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു 20 KB, ഇതെല്ലാം KB ആണെന്ന് അസ്യൂം ചെയ്തു. 20 KB ഉള്ള ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? നേരെ വന്ന് ആദ്യം കാണുന്ന ഫ്രീ സ്പേസ് ഏതാണോ അവിടെ ഞാൻ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ 100 എന്ന് പറയുന്ന ഫ്രീ സ്പേസാണ്. അവിടെ ഞാൻ 20 അങ്ങ് അലോക്കേറ്റ് ചെയ്യും. പിന്നെ കുറേ ഫ്രീ ആയിട്ട് കിടക്കും. ചില സമയത്ത് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം, ചില സമയത്ത് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അതാണ് ഏതെന്ന് പറയുന്നത് ഫസ്റ്റ് കാണുന്നതിൽ നമ്മൾക്ക് ആവശ്യമുള്ളതിനെ ഫിറ്റ് ചെയ്യും. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് 20 ഉള്ളൂ, ഏതിൽ സ്റ്റോർ ചെയ്താൽ മതി? ഒറിജിനലി 50 സ്റ്റോർ ചെയ്താൽ മതി. കാരണം ഏറ്റവും കുറവ് 50. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് വരത്തില്ല. ഇവിടെ ഫിറ്റ് ചെയ്ത് 80ഓളം വേസ്റ്റേജ് വന്നു അല്ലേ? പക്ഷേ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്താലോ നമുക്ക് 30 വേസ്റ്റേജ് ഓഫ് മെമ്മറി വരുള്ളൂ. അപ്പം ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഇതിന് ഏതാണ് ഇരിക്കാൻ അതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിനേക്കാളും കുറവാണെങ്കിൽ അതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോൾ ഒരു 10 കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് 10 ആണ്. പക്ഷേ 10ൽ 20 ഇരിക്കുമോ? ഇല്ല. 50ൽ 20 ഇരിക്കും. അപ്പോൾ 50ലെടുത്ത് പ്ലേസ് ചെയ്താൽ അത് ബെസ്റ്റ് ഫിറ്റ്. ഇനി വേസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടിയ മെമ്മറി എടുക്കും. അതായത് 200 ആണ് കൂടിയ മെമ്മറി. അതിലേക്ക് നമ്മൾ 20 ഫിറ്റ് ചെയ്താൽ അതിനെ വേസ്റ്റ് ഫിറ്റ്. നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മെമ്മറി എല്ലാം അലോക്കേറ്റ് ചെയ്ത് വെച്ചു. അതായത് ഞാൻ മെമ്മറി എല്ലാം അലോക്കേറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി എല്ലാം വെച്ചിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ലാസ്റ്റ് അലോക്കേറ്റ് ചെയ്തത് ഇവിടെ ഞാൻ കുറച്ച് ഡേറ്റ അലോക്കേറ്റ് ചെയ്തതിന് ശേഷം അലോക്കേറ്റ് ചെയ്ത് നിന്നു. അടുത്ത എനിക്ക് 20 അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെ 50 ആണെന്ന് വെച്ചു. ഇവിടെ ഇപ്പം 50, ഓക്കെ, ഇവിടെ ഇപ്പോൾ 100, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ 20 അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് അലോക്കേഷൻ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേ നോക്കത്തുള്ളൂ. ഇവിടെ ആയിരിക്കും നമ്മൾ 20 ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫിറ്റ് ആവുമെങ്കിൽ ഫിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അടുത്ത പ്ലേസിലോട്ട് വരും. അതേസമയം ഫസ്റ്റിലാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നിന്നാലും ആദ്യം തൊട്ടേ നോക്കും ബ്ലോക്കിൻ്റെ ഫ്രീ ഉണ്ടോയെന്ന്. നെക്സ്റ്റ് ഫിറ്റിലാണെങ്കിൽ അങ്ങനെയല്ല, ലാസ്റ്റ് നമ്മൾ എവിടെ യൂസ് ചെയ്ത് നിൽക്കുന്നോ അതിൻ്റെ നെക്സ്റ്റിലുണ്ടെങ്കിൽ അവിടെ അങ്ങ് പ്ലേസ് ചെയ്യും. അപ്പോൾ തിരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവേണ്ട ബുദ്ധിമുട്ടുകൾ വരത്തില്ല. ഇതാണ് ഫസ്റ്റ്, ബെസ്റ്റ്, വേസ്റ്റ്, നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറയുന്ന ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ പഠിക്കാൻ ഇനി എളുപ്പമാണ്. ഫസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളസ്റ്റ് ആണ്. നമ്മൾ എപ്പോഴും അതിൻ്റെ അകത്ത് ഫ്രീ സ്പേസ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ടേ നമുക്ക് എത്രത്തോളം ഫ്രീ സ്പേസ് എന്നുണ്ടെന്ന് നോക്കുന്നു. അപ്പം നമുക്കിപ്പോൾ ആദ്യം കാണുന്ന ലാർജസ്റ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ അങ്ങ് ഫിറ്റ് ചെയ്യും. നമ്മുടെ മെമ്മറിയേക്കാളും കൂടുതൽ ഇരിക്കുന്നതാണ് ആദ്യം കാണുന്നതെങ്കിൽ നമ്മൾ അവിടെ അങ്ങ് ഫിറ്റ് ചെയ്തിട്ട് അത് ഫിറ്റ് ചെയ്ത ഭാഗം സ്റ്റോർഡ് ആക്കും. ബാക്കി കിട്ടുന്ന ഭാഗത്തിന് ഹോളാക്കി വയ്ക്കും. ഹോളിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിരിക്കും. ആദ്യം അങ്ങ് ഫിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് വലിയ എല്ലാത്തിലോട്ടും നടന്നു പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മെമ്മറിയെ ചില സമയത്ത് വേസ്റ്റ് ആക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് പറയുന്നത്. അൽഗോരിതം ചോദിക്കണമെങ്കിൽ ഇംപ്ലിമെൻറ്റേഷനാണ് എഴുതേണ്ടത്. ആദ്യം മെമ്മറിയുടെ ബ്ലോക്കിൻ്റെ സൈസും കൊടുത്ത് പ്രോസസ്സിൻ്റെ സൈസും നമ്മൾ കൊടുക്കും. ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ബ്ലോക്ക് സൈസും പ്രോസസ്സിൻ്റെ സൈസും കൊടുക്കും. എന്നിട്ട് ഇനിഷ്യലൈസ് ആകുന്ന എല്ലാ മെമ്മറി ബ്ലോക്സിനെയും ഫ്രീ ആയിട്ട് നമ്മൾ വെച്ചു. എന്നിട്ട് ഓരോ പ്രോസസ്സും നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫിറ്റ് ഇപ്പോൾ ഇതിലാകെ വ്യത്യാസം വരുന്നത് ഈ ഒരു സ്റ്റെപ്പിലാണ്. ഈ ഒരു സ്റ്റെപ്പ് മാത്രം നോക്കിയാൽ മതി എല്ലാത്തിൻ്റെ അകത്ത്. ഇപ്പോൾ നമ്മൾ നോക്കും സൈസ് ഓഫ് ദ പ്രോസസ്സ്. അതായത് എനിക്ക് കുറച്ച് ബ്ലോക്ക് സൈസ് ഉണ്ട്, അതിനേക്കാളും കുറവാണ് എൻ്റെ പ്രോസസ്സിൻ്റെ സൈസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 50 കിട്ടി, 20 ആണ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ 20 ആണ് എൻ്റെ പ്രോസസ്സിൻ്റെ സൈസ്. അത് ലെസ് ദാൻ 50 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്യാം. ഇല്ല, എനിക്കിപ്പോൾ ആദ്യം കാണുന്ന 10 ആണെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 20 ഈ 10ൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് നോക്കി ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ചെക്ക് ഫോർ ദ നെക്സ്റ്റ് പ്രോസസ്സ്. ഇഫ് നോട്ട് കീപ്പിംഗ് ദ ഫർദർ പ്രോസസ്സ് കീപ്പ് ചെയ്ത് പോവുക. ഓക്കെ, ഇനി അതിനൊരു എക്സാമ്പിളാണ് ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് ബ്ലോക്ക് സൈസ് തന്നിട്ടുണ്ട് 100. ഇതാണ് നമ്മുടെ ബ്ലോക്ക് സൈസ്. പ്രോസസ്സിൻ്റെ സൈസാണ് 212. ഇനി എങ്ങനെ പ്രോസസ്സ് ചെയ്യുമെന്നാണ് നമുക്ക് ഫസ്റ്റ് പ്രോസസ്സിനെയാണ് ഞാൻ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. 212 ആണ് എൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. ഇതിനെ എങ്ങനെ പ്ലേസ് ചെയ്യാം? 212നെ 100ൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഫസ്റ്റ് നോക്കും. ഓക്കെ, 100ൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്ന് വെച്ചാൽ 100നെക്കാളും കൂടുതലാണ് 212. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത നോക്കും. എന്താ 212നെ 500ൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇതാണ്
ഫ്രീ സ്പേസ്. ഓക്കെ, 500 പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് അത് കൂടുതലാണോ കുറവാണോ എന്നൊന്നും നോക്കില്ല. ആദ്യം കാണുന്നത് ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ അങ്ങ് ഫിക്സ് ചെയ്യും. അപ്പോൾ 212 എവിടെ ഫിക്സ് ചെയ്യും? ബ്ലോക്ക് നമ്പർ 2ലേക്ക് ഫിക്സ് ചെയ്യും. ഓക്കെ, അടുത്ത 470 നോക്കും. 470 100 പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 500 പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം 500 നിന്ന് 212 പോയി. ഇനി നമുക്ക് ബാലൻസ് അവിടെ എത്രയേ ഉള്ളൂ? ബാലൻസ് നമുക്ക് 178 ഉള്ളൂ. അപ്പോൾ 178 നമുക്ക് 712 നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ നെക്സ്റ്റ് 200 പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദെൻ നെക്സ്റ്റ് 300 പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലാസ്റ്റ് 600 നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? അതിനെ 5th ബ്ലോക്കിലേക്ക് പ്ലേസ് ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? അടുത്ത 1112 ഫസ്റ്റ് ബ്ലോക്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെക്കൻഡ് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്തുകൊണ്ടാണ്? അതിൽ 500 പ്ലേസ് 500ൻ്റെ അകത്ത് 212 പ്ലേസ് ചെയ്ത് ബാക്കി നമുക്ക് 178 കിടക്കുകയാണ് അല്ലേ. 278 നമുക്കുണ്ട് അല്ലേ. 278 നമുക്കുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. 278 അല്ല, 298 288. ഓക്കെ, 288 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സുഖമായിട്ട് 1112 നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ 1112 എവിടെ പ്ലേസ് ചെയ്യും? സെക്കൻഡ് ബ്ലോക്കിൽ തന്നെ പ്ലേസ് ചെയ്യും. ഇനി 426 പ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. 426 വരുമ്പോഴത്തേക്ക് ഇതിൽ പറ്റത്തില്ല, ഇതിലേ ആകെ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൽ ആൾറെഡി ഞാൻ എന്തിനെ ചെയ്ത് വെച്ചിട്ടുണ്ട്? 712 പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രീ ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് ചെയ്തു കേട്ടോ. 100. ഓക്കെ, എന്നിട്ട് അടുത്തതെന്ന് പറയുന്നത് 500, കുറച്ചും കൂടി സ്പേസ് കൊടുത്തോ. 500. ദെൻ അടുത്തത് 200. 100-നേക്കാളും കുറച്ചും കൂടെ നിങ്ങൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ കറക്റ്റ് അനുസരിച്ച് വരും. അങ്ങനെ കറക്റ്റ് തന്നെ വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ. 300. ദെൻ 600 എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് 212 എവിടെ പ്ലേസ് ചെയ്യും? സെക്കൻഡ് ബ്ലോക്കിൽ പകുതിയിൽ 212. ഓക്കെ, P1 എന്ന് പ്ലേസ് ചെയ്ത ഉടനെ P1 എന്ന് എഴുതണം. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അടുത്ത 470. അപ്പോൾ ഇതിൻ്റെ അകത്ത് 417. ഓക്കെ, 417 പ്ലേസ് ചെയ്തിട്ട് ബാക്കി എഴുതിയിട്ടിരിക്കണം. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ബാക്ക്. അവിടെ P2. ഓക്കെ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ബുക്കിൽ ഫിഗർ വരച്ച് എഴുതിയാൽ കുറച്ചും കൂടെ എക്സാമിനും ഫിഗർ വരച്ച് എഴുതിയാൽ എല്ലാവരും ഫിഗർ നോക്കി പെട്ടെന്ന് മാർക്ക് ഇട്ടങ്ങ് പോകും. ഓക്കെ, ഇനി അടുത്ത ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ കാണുന്ന ഏറ്റവും സ്മാളസ്റ്റ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഏതാണ് അവൈലബിൾ ഫേസിലോട്ട് ഇടുന്നു. അപ്പം നമുക്ക് വേസ്റ്റേജ് വരത്തില്ല. പക്ഷേ ഒരുപാട് സമയം എടുക്കും. ഫുൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ബ്ലോക്കും നമ്മൾ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ബ്ലോക്ക് സൈസിൻ്റെ 1, 2, 3 അങ്ങനെ എല്ലാ ബ്ലോക്കും നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ ഇവിടെ ബ്ലോക്ക് സൈസ് 1, 2, 3, 4 അങ്ങനെ എല്ലാ ബ്ലോക്കും നോക്കും. എന്നിട്ട് അതിൻ്റെ മിനിമം എടുക്കും. കണ്ടോ, ഫൈൻഡ് ദ മിനിമം ഓഫ് ആൾ ബ്ലോക്ക്. അപ്പോൾ മിനിമം ഓഫ് ആൾ ബ്ലോക്ക്, എല്ലാ ബ്ലോക്കിൻ്റെയും മിനിമം നോക്കും. ആ മിനിമം നമ്മുടെ ബ്ലോക്ക് സൈസിനേക്കാളും കൂടുതലാണെങ്കിൽ അതെടുക്കും. ഇല്ലെങ്കിൽ എപ്പോഴാണോ അടുത്ത് വരുന്നത് അത് നോക്കുന്നു. ഇപ്പോൾ ഇത് എക്സാമ്പിൾ പറഞ്ഞുതരാം. സെയിം എക്സാമ്പിൾ തന്നെ ഇതിൻ്റെ അകത്ത് 1112 212 100 ഫിക്സ് ആവത്തില്ല. പക്ഷേ ഇതിൽ ഏറ്റവും മിനിമം ഏതാണ്? 100. അതിൽ ഫിക്സ് ആവത്തില്ല. അടുത്ത മിനിമം ഏതെടുക്കും? 200 ഫിക്സ് ആവത്തില്ല. അടുത്ത മിനിമം ഏതാ? 300 ഫിക്സ് ആവും. അപ്പോൾ നമ്മൾ അതിലോട്ട് എടുത്തു വെച്ചു. അടുത്തതെന്ന് പറഞ്ഞാൽ 470. അത് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഏതിലാണ്? നമുക്ക് നോക്കുമ്പോൾ ഇതിനേക്കാളും ലാർജർ ആയിരിക്കണം, മിനിമം ആയിരിക്കണം. അപ്പോൾ അതിന് 2 ഉണ്ട്. 500 ഉണ്ട്, 600 ഉണ്ട്. ഇത് 2 ലാർജറാണ് 470യേക്കാൾ. ദെൻ ഇതിലെ മിനിമം ഏതാണ്? 500ലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെ സ്റ്റോർ ആവുന്നു. കണ്ടോ, അത് 500 സ്റ്റോർ. ഇനി അടുത്ത 112 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ 112 ഫിക്സ് ആവാൻ ഏറ്റവും സ്യൂട്ടബിൾ 200 ആണ്. അപ്പോൾ 200ലേക്ക് 112. 426 അതെന്ന് പറയുമ്പോൾ ഏതിലോട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിൽ 426 നമുക്ക് 500 ഫിക്സ് ചെയ്യാം, 600. 500 ആൾറെഡി ഫിക്സ് ചെയ്തുകൊണ്ട് 600. നോക്കിയാൽ 4 ബ്ലോക്ക് നമുക്ക് ബെസ്റ്റ് ഫിറ്റിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. എല്ലാ ബ്ലോക്കും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതാണ് ബെസ്റ്റ് ഫിറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി വേസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളതിൽ നമ്മളെടുത്ത് വെച്ച് ചെയ്യുന്നു. അത് നമുക്ക് ഭയങ്കരമായിട്ട് മെമ്മറി എല്ലാം ലോസ് ആവുന്ന ഒരു കാര്യമാണ്. അപ്പം മറ്റേ എക്സാമ്പിളിൽ മിനിമം എന്ന് എഴുതിയില്ലേ, ആ അൽഗോരിതത്തിൽ ഇവിടെ മാക്സിമം എന്നാക്കി കഴിഞ്ഞാൽ ഈ സംഭവം ഓക്കെ. ബാക്കി എല്ലാം ഇതുപോലെ തന്നെ ഇതിൻ്റെ ഈ കണ്ടുപിടിക്കുന്നത് ബെസ്റ്റിലും വേസ്റ്റിലും ഈ കണ്ടുപിടിക്കുന്നതിൽ മിനിമം മാക്സിമം ആക്കി കഴിഞ്ഞാൽ ഓക്കെ ആയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കി എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് 212 തന്നെ കിട്ടുന്ന 212ൻ്റെ ഏറ്റവും മാക്സിമം ഇതിൽ ഏതാണോ അതിലോട്ട് പ്ലേസ് ചെയ്യും. 600
സെൻറ്ററിലോട്ട് എന്ത് ചെയ്യുന്നു 212 പ്ലേസ് ചെയ്യും. അടുത്ത 417 ഇതിൽ ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത് നോക്കും. 500 ആണ് ഏറ്റവും കൂടുതലുള്ള, അവിടേക്ക് അങ്ങ് പ്ലേസ് ചെയ്യും. അടുത്ത 112 ഏറ്റവും കൂടുതലുള്ള സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെയും വേറെ ഒത്തിരി വന്നാലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആൾറെഡി നമ്മൾ ഏറ്റവും വലുതിലാണ് ആദ്യം വരുന്ന അങ്ങ് ചെയ്ത്, അതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫിറ്റിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സെർച്ച് ചെയ്ത് എവിടെയാണോ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് കിടക്കുന്ന ഇതിൽ മാത്രമേ ഫിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ട, ബെസ്റ്റും ഫസ്റ്റും പോലെ ഫുൾ അങ്ങനെ സെർച്ച് ചെയ്യുക മേളിലോട്ട് പോവുകയൊന്നും വേണ്ട. നമ്മൾ എവിടെ നിൽക്കുന്നോ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ ഫ്രീ സ്പേസ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അൽഗോരിതം ഇതേ ഉള്ളൂ. എല്ലാം നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു, ഇൻപുട്ട് പ്രോസസ്സും അതിൻ്റെ സൈസും കൊടുത്തു. അത് കഴിഞ്ഞ് അൽഗോരിതത്തിൻ്റെ അകത്ത് ഇൻപുട്ടിൻ്റെ പ്രോസസ്സും സൈസും കൊടുക്കും. അതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് അൽഗോരിതം എന്ന് പറയുന്നത്. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് പിക്ക് ചെയ്യും. ഓക്കെ, ഏറ്റവും കറണ്ടായിട്ടുള്ളത് പിക്ക് ചെയ്യും. അത് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അലോക്കേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഏതാണോ ആ സ്ഥലം എടുക്കും. നമ്മൾ എവിടെയാണോ ലാസ്റ്റ് നിൽക്കുന്നത് അതിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് നോക്കിക്കോ, ഇതായിരിക്കും നമുക്ക് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഞാനിപ്പം ഇത് വെച്ചിട്ട് ഇത് പറയാൻ പറ്റും, നെക്സ്റ്റ് ഫിറ്റ് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമെന്ന് ചോദിച്ചാണ് പറയാത്ത. ഇത് അലോക്കേറ്റഡ് സ്പേസാണ്, ഇത് ഫ്രീ സ്പേസ്, ഇത് പോസിബിൾ ന്യൂ വരാനുള്ള അലോക്കേഷനാണ്. ഇനി അടുത്തത് അങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ലാസ്റ്റ് ഇവിടെ വെച്ച് അലോക്കേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് 10 ആണ് നെക്സ്റ്റ് ഫ്രീ സ്പേസിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, 10 വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 10 വരുമ്പോഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് അലോക്കേറ്റ് ചെയ്യാനുള്ളത് എവിടെയാണെന്ന് നോക്കും. ഓക്കെ, 10 ഉള്ളെങ്കിൽ 10 ആണ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അങ്ങ് അലോക്കേറ്റ് ചെയ്യും. അല്ല എനിക്ക് കുറച്ചും കൂടെ കൂടുതലുണ്ട്, ഫോർ എക്സാമ്പിൾ എനിക്ക് 16 MB ഡേറ്റയാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ 10 പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ അടുത്ത നോക്കുമ്പോൾ 24 നമ്മൾ പ്ലേസ് ചെയ്യും. കണ്ടോ, പ്ലേസ് ചെയ്ത് ബാക്കി സ്പേസ് അതേപോലെ ഇട്ടിരിക്കും. നിങ്ങൾ നേരത്തെ മെമ്മറി വരയ്ക്കാൻ പറഞ്ഞതും ഇതുപോലെ വരയ്ക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ബാക്കി അത് അവിടെ ഇട്ടിരിക്കും. അപ്പം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അല്ല ഫസ്റ്റ് ഫിറ്റിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ആദ്യം 8 നോക്കും, പറ്റത്തില്ല. അപ്പോൾ 22 വരും, 22 അങ്ങ് ഫിറ്റ് ചെയ്ത് വയ്ക്കും. ഇനി ഇതിൻ്റെ അകത്ത് ബെസ്റ്റ് ഫിറ്റിലാണ് 16 പ്ലേസ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൽ 16 പ്ലേസ് ചെയ്യാൻ ബെസ്റ്റ് ഫിറ്റ് ചെയ്താൽ 20 ഇപ്പോൾ അങ്ങ് പ്ലേസ് ചെയ്യും. ഇനി ഇതിലെ വേസ്റ്റ് ഫിറ്റിലാണ് പ്ലേസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തേനെ. ഇപ്പം ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 16 4 രീതിയിലും പ്ലേസ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ എനിക്ക് വേസ്റ്റ് ഫിറ്റിൽ ചെയ്യണമെങ്കിൽ ഏറ്റവും വലുത് ഏതാണോ അവിടെ അങ്ങ് പ്ലേസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വരുന്നത്. ഇനി ഇതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേ ഇത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നു. അതിനെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു സ്ട്രക്ചറാണ്. ഇപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ അകത്ത് നമ്മൾ സ്ട്രക്ട് നോഡ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് കണ്ടു, ഈ ലിങ്ക് എന്ന് പറയുന്നത് എന്ത് ഡേറ്റ ടൈപ്പ് സ്ട്രക്ട് നോഡ് തന്നെയാണ്. ഇതിനെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് സ്ട്രക്ചറിൻ്റെ അകത്ത് ഒന്നോ അതിലും പോയിൻ്റർ ഉണ്ടായിരിക്കും. ആ സ്ട്രക്ചറിൻ്റെ സെയിം നെയിമുള്ള പോയിൻ്ററിനെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്.